ഹായ് ഓൾ, എഡ്യൂഗാനറ്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 24 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒഡീഷ ഓൾ സെറ്റ് ജോയിൻ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കവറേജ് ഇൻഷുറൻസ് എന്നാണ് ന്യൂസ് ആണ്. ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുതിയ ഒരു റിവൈസ്ഡ് സ്കീംസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ചെയ്തു. സ്റ്റേറ്റിലുള്ള എല്ലാ ഇൻഷുറൻസും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയായിട്ട് കൺവേർജ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്ത് ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒഡീഷയാണ് എന്നുള്ള ന്യൂസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ന്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. വാച്ചിങ് ചൈൽഡ് സെക്സ് അബ്യൂസ് മെറ്റീരിയൽ ഈസ് ആൻ ഒഫൻസ് ബൈ സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധി സംതൃപ്തമല്ലാത്തതിനാൽ അപ്പീൽ പോയി സുപ്രീം കോടതിയിലേക്ക് വന്ന ഒരു കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ചൈൽഡ് പോർണോഗ്രാഫി എന്നുള്ള ടേം ഇനി യൂസ് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് ടു യൂസ് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ എന്ന് വേണം യൂസ് ചെയ്യാൻ. ഗവൺമെന്റിനോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പോക്സ്കോ ആക്ട് അമെൻഡ് ചെയ്യുക, സൂട്ടബിൾ ആയിട്ട് അമെൻഡ് ചെയ്തിട്ട് ഹാവ് ടു ചേഞ്ച് ദ വേർഡ് ചൈൽഡ് പോർണോഗ്രാഫി, ആ വേർഡ് ഇനി യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ യൂസ് ചെയ്യണം. അതിനായി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓർഡിനൻസ് ഗവൺമെന്റ് പുറപ്പെടുവിക്കുക. എന്നിട്ട് ഇന്ത്യ ഫുള്ളാകെ ഈ ഒരു കാര്യം അറിയിക്കുക എന്നൊരു കാര്യവും അത്രയും പെട്ടെന്നായിട്ട് അത്രയും സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യണം, അത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഒരു വിധി പ്രകാരം ഒരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞു. ചിൽഡ്രൻസിനെ ഇൻവോൾവ് ആയിട്ടുള്ള ക്രിമിനൽ അറ്റാക്സുകൾ വ്യൂ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സെക്ഷൽ ഒഫൻസ് ആണ് എന്നൊരു വിധിയും ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോക്സ്കോ ആക്ടിനെ പറ്റി പറയുവാണെങ്കിൽ പോക്സ്കോ ആക്ട് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നുള്ളതാണ് പോക്സ്കോ ആക്ടിന്റെ ഫുൾ ഫോം. ഇത് 2012 വന്നിരിക്കുന്നത്. 2019 ഇതിനെ അമെൻഡ് ചെയ്ത് ഇതിന്റെ റൂൾസ് എല്ലാം കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അതായത് ഇൻക്ലൂഡിങ് ഡെത്ത് പെനാൽറ്റി വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് 2019 അമെൻമെന്റ് പ്രകാരം. ഇതിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് വുമൺ ആൻഡ് ചൈൽഡ് മിനിസ്ട്രി ആണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള എനി പേഴ്സണിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ചൈൽഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമുക്ക് ജെൻഡർ ഒന്നുമില്ല. 18 വയസ്സിന് താഴെയുള്ള വ്യക്തിയാണെങ്കിൽ അതിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ചൈൽഡ് എന്നാണ് പോസ്കോ നിയമപ്രകാരം കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് റിഫോം ഓഫ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ഫോർ ഡെവലപ്മെന്റ് നരേന്ദ്രമോദി. ഇതെന്ന് പറയുന്നത് UN ജനറൽ അസംബ്ലിയുടെ ഫ്യൂച്ചർ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുകയായിരുന്നു ന്യൂയോർക്കിൽ, അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ട് മോദിജി പറഞ്ഞ കാര്യമാണ്. എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ വേൾഡിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഷെയർ ചെയ്യാൻ ഇന്ത്യ ഓക്കെ ആണ്, അല്ലെ റെഡിയാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് ടെററിസം ഒഴിവാക്കി പീസ് ഡെവലപ്പ് ചെയ്യുക, എല്ലാ കൺട്രീസും തമ്മിൽ പീസ് നിലനിർത്തണം, ടെററിസം ഒഴിവാക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു നിലപാട് എടുത്തിരിക്കുന്നതെന്നാണ് നരേന്ദ്രമോദിജി UN അസംബ്ലിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു ഇത് വരാൻ കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ആഫ്രിക്കൻ യൂണിയൻ മുതൽ ഇപ്പൊ G20 വരെ പെർമനന്റ് ഒരു മെമ്പർ ആയിട്ടുണ്ട്. സോ അപ്പൊ ഇന്ത്യയുടെ ആ ഒരു എല്ലാവർക്കും പീസ് വരണം എന്നുള്ള ഒരു നിലപാടാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു കാര്യം അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു മീറ്റിംഗിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രിജി നേപ്പാൾ പ്രൈം മിനിസ്റ്ററുടെ KP ശർമ്മ ഒലിയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഹൈഡ്രോ പവർ കോർപ്പറേഷന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഉണ്ട്, അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ അങ്ങനെ കുറച്ച് MOUs ഉണ്ട്. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യം അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് PM എക്സ്പ്രസ് ഇന്ത്യസ് അൺവയറിംഗ് സപ്പോർട്ട് ഫോർ ദ പീപ്പിൾ ഓഫ് പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? സോ അപ്പോൾ ഓൾറെഡി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്തിൻ 12 months പാലസ്തീൻ ലീവ് ചെയ്യണം എന്നുള്ള കാര്യം ഇന്ത്യ ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലസ്തീൻ പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് അബ്ബാസുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പാലസ്തീനെ ഏത് രീതിയിൽ
നമ്മളെ ഇന്ത്യ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഇസ്രായേലിനോട് സംസാരിക്കാം, സീസ് ഫയറിന് വേണ്ടിയിട്ട് സംസാരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നരേന്ദ്രമോദി ഒരു ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നി സീസ് ഫയർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്ത് കൊടുക്കുക. ഇതല്ലാതെ വേറെ ഒരു രീതിയിലും ഈ ഒരു ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സൊല്യൂഷനും നമ്മുടെ പാലസ്തീൻ പ്രസിഡന്റിനോട് മോദിജി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഫ്ലാഷ് മാനുഫാക്ചറിംഗ് PMI പ്രകാരം ഓഗസ്റ്റില് 60.9 ആയിരുന്നു നമ്മുടെ ബിസിനസ് അപ്റ്റിക്കുന്നത്. അതായത് 58.9 കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ന്യൂസ് ആണ്. പക്ഷേ 2024 ഏറ്റവും കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്തിരിക്കുന്നത് ഈ സെപ്റ്റംബറിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാഷ് അപ്റ്റിക്കില് ബിസിനസ് ആക്ടിവിറ്റിയിൽ മാത്രമേ കുറവ് വന്നിട്ടുള്ളൂ. എന്നാൽ എംപ്ലോയ്മെന്റ് ഹയറിംഗ് ഏറ്റവും കൂടുതൽ 2024 സെപ്റ്റംബറിൽ തന്നെയാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 2 Navy officers to sail across the world from October 2nd. നാവിക സാഗർ പരിക്രമ സെക്കൻഡ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി 2 വുമൺ ലഫ്റ്റനന്റ് കേഡൽസ് ദിൽന കെയും റൂബായെയും ഒക്ടോബർ 2 മുതൽ നേവൽ സെയിലിംഗ് വെസലായിട്ടുള്ള ഫ്ലരിനിയില് ലോകം ചുറ്റി കാണാനായിട്ട് പോവാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 മാസത്തോളമായിരിക്കും അവര് 21,600 നോട്ടിക്കൽ മൈൽസ് അവർ, അത് ഏകദേശം 40,000 കിലോമീറ്റർ അവര് കവർ ചെയ്യണം വിത്തൗട്ട് എനി എക്സ്റ്റേണൽ റിലയൻസ് ഓൺലി. അതായത് വിൻഡ് പവർ മാത്രം യൂസ് ചെയ്തിട്ട് വേറെ ഒരു എക്സ്റ്റേണൽ അസിസ്റ്റൻസും ഇല്ലാതെ വിൻഡ് പവർ മാത്രമായിട്ടാണ് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ട്രാവല് നടത്തുന്നത്. ഏതിന്റെ ഭാഗമായിട്ടാണ്? നാവിക സാഗർ പരിക്രമ സെക്കൻഡിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി 2025 ഓസ്കാറിന്റെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്ന ഫിലിം എന്ന് പറയുന്നത് ലാപ്താത്ത ലേഡീസ് ആണ്. ഇതൊരു ഹിന്ദി ഫിലിമാണ്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കിരൺ റാവു ആണ്. ഇനി ഈ ഒരു ലാപ്താത്ത ലേഡീസിനെ സെലക്ട് ചെയ്തത് 13 മെമ്പേഴ്സ് അടങ്ങിയിരിക്കുന്ന ഫിലിം ചേംബറിൽ നിന്നാണ്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആസാമി ഡയറക്ടറുടെ ജാനു ബാറുവയാണ്. ഓക്കെ, 2024 ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി എന്ന് പറയുന്നത് 2018 എവ്രിവൺ ഈസ് എ ഹീറോ എന്ന മലയാളം മൂവി ആയിരുന്നു. ഓക്കെ, ഇതൊരു മലയാളം മൂവിയാണ്. ബട്ട് ഈ തവണ പോയിരിക്കുന്നത് ഏത് ഫിലിമാണ്? ഒരു ഹിന്ദി ഫിലിമാണ്, ലാപ്താത്ത ലേഡീസ് എന്നുള്ളതാണ്. കിരൺ റാവുവിന്റെ ഫിലിമാണ്. ഓക്കെ, ഇതോടെ ഇന്നത്തെ കറണ്ട് അഫെയർ അവസാനിക്കുന്നു. താങ്ക് യു.